കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന് പുതിയ മുഖം കൈവരുന്നു. സിന്തറ്റിക് ട്രാക്കും കൃത്രിമ പുൽത്തകിടിയുമുള്ള ഫീൽഡും സ്റ്റേഡിയത്തിൽ 3 മാസത്തിനകം സജ്ജമാകും. 1.25 കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയത്തിന്റെ ആധുനികവൽക്കരണം. രാജ്യാന്തര നിലവാരത്തിലുള്ള പരിശീലന സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. അസ്ഫൽറ്റ് അടിത്തറയ്ക്ക് മുകളിൽ 200 മീറ്റർ സിന്തറ്റിക് ട്രാക്കും നടുവിലായി ഫുട്സാൽ ലക്ഷ്യമാക്കി കൃത്രിമ പുൽത്തകിടിയുമുള്ള ഗ്രൗണ്ടും സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ പുതിയ ഷൂട്ടിംഗ് റേഞ്ചിന്റെ നിർമ്മാണവും പൂർത്തിയായി. കേരളത്തിലെ ആദ്യത്തെ മിനി സിന്തറ്റിക് ട്രാക്ക് ആയിരിക്കും ഇതെന്ന് RSC അധികൃതർ പറയുന്നു. ഇത് കംപ്ലീറ്റ് ഉപയോഗശൂന്യമായിട്ട് ഈ കിടക്കുന്ന ഈ സ്ഥലം മുഴുവനും 6 മാസം നമുക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലൊരു പ്രതലം ഉണ്ടാക്കണം. ഈവൻ മഴ പെയ്താൽ പോലും അവിടെ കളിക്കാവുന്ന രീതിയിൽ. രണ്ടാമത്തത് ഇഞ്ചുറി വരാതെ നോക്കണം. അതായത് ഈ ഇപ്പോൾ കല്ലും മണ്ണും നിറഞ്ഞു നിൽക്കുന്ന ചെളി നിറഞ്ഞു നിൽക്കുന്നിടത്ത് കുട്ടികൾ ഓടുമ്പോൾ വീണ് ഒത്തിരി ഇഞ്ചുറി വരുന്നുണ്ട്. അപ്പോൾ ഇഞ്ചുറി വരാത്ത രീതിയിലുള്ള ഒരു പ്രതലമായിരിക്കണം. 3 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവണം. റീജിയണൽ സ്പോർട്സ് സെന്ററാണ് പ്രാരംഭഘട്ടത്തിലെ നിർമ്മാണ ചെലവ് വഹിക്കുന്നത്. തുടർ ചെലവുകൾക്കായി സ്പോൺസർഷിപ്പിന് ശ്രമിക്കുന്നുണ്ട്. ജൂൺ അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ